നിങ്ങൾ തയ്യാറാക്കിയ വെബ്സൈറ്റ് പിന്നീട് സന്ദർശിക്കുന്നതിനായി ബ്രൗസറിന്റെ അഡ്രസ് ബാറിൽ നിങ്ങളുടെ വെബ്സൈറ്റിന്റെ URL ടൈപ്പ് ചെയ്ത് നൽകിയാൽ മതിയാകും. ഇങ്ങനെ തുറന്നുവരുന്ന വെബ്സൈറ്റിൽ മാറ്റങ്ങൾ വരുത്തുവാൻ സാധ്യമല്ല. മാറ്റങ്ങൾ വരുത്തുന്നതിനായി ലോഗിൻ ചെയ്ത് കയറേണ്ടതുണ്ട്. ഇടതുഭാഗത്ത് കാണുന്ന ലോഗിൻ എന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വെബ്സൈറ്റിനകത്തേക്ക് പ്രവേശിക്കാം. ഇവിടെ ഈ ജാലകത്തിൽ നിങ്ങളുടെ ഇമെയിൽ വിലാസം, പാസ്വേഡ് ഇവ ടൈപ്പ് ചെയ്ത് ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ വെബ്സൈറ്റിനകത്തേക്ക് പ്രവേശിക്കാം. ഇപ്പോൾ മുകളിൽ കാണുന്ന പാനലിലെ മെനുകളിലൂടെയാണ് വെബ്സൈറ്റിനാവശ്യമായ മാറ്റങ്ങൾ വരുത്താവുന്നത്. ആദ്യമായി വെബ്സൈറ്റ് ആകർഷകമാക്കുന്നത് എങ്ങനെയെന്ന് പരിചയപ്പെടാം. മുകളിലെ മെനു ബാറിൽ നിന്നും അപ്പിയറൻസ് മെനു ക്ലിക്ക് ചെയ്യുക. താഴെ തുറന്നുവരുന്ന ഈ പാനലിൽ നിന്നും സ്റ്റൈൽ, ബ്രാൻഡ്, ലേഔട്ട്, അഡ്വാൻസ്, തീംസ് എന്നീ മെനുകളിലൂടെയാണ് വെബ്സൈറ്റ് ആകർഷകമാക്കുന്നത്. നിങ്ങളുടെ വെബ്സൈറ്റിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിനായി ചൂസ് എ ന്യൂ തീം എന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. താഴെ തുറന്നുവരുന്ന തീമുകളിൽ നിന്നും അനുയോജ്യമായ തീം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. തീം തിരഞ്ഞെടുക്കുന്നതിനായി തീമിൽ ക്ലിക്ക് ചെയ്ത് ചൂസ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ പുതുതായി തിരഞ്ഞെടുത്ത തീമിന് പേര് ആവശ്യപ്പെടുന്നു. മൈ തീം എന്ന പേര് നൽകി ഈ തീമിനെ നമുക്ക് സേവ് ചെയ്യാം. ഈ തീമിൽ അധികമായ മാറ്റങ്ങൾ വരുത്തുന്നതിനായി ലേഔട്ട് എന്ന ഈ മെനു നമുക്കൊന്ന് പരിചയപ്പെടാം. വെബ്സൈറ്റിന്റെ കണ്ടന്റ് ഏരിയയിലെ കണ്ടന്റുകളുടെ ഘടന നിർണ്ണയിക്കുന്ന ലേഔട്ടാണ് താഴെ കാണുന്നത്. ഈ ലേഔട്ടുകളിൽ A, B ഇവ സൈഡ് ബാറുകളും C കണ്ടന്റ് ഏരിയയെയും സൂചിപ്പിക്കുന്നു. നിലവിൽ സെലക്ട് ചെയ്തിട്ടുള്ള ലേഔട്ട് പ്രകാരം ഇടതുവശത്ത് A എന്ന സൈഡ് ബാറും വലതുവശത്തായി B എന്ന സൈഡ് ബാറും നടുവിൽ വിവരങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന കണ്ടന്റ് ഏരിയയും ഉൾപ്പെടുന്നു. അനുയോജ്യമായ ലേഔട്ടിൽ ക്ലിക്ക് ചെയ്ത് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ബ്രാൻഡ് എന്ന ഈ മെനുവിൽ നിന്നും വെബ്സൈറ്റിന്റെ കളർ പാലറ്റുകളിൽ മാറ്റം വരുത്താൻ സാധിക്കുന്നു. പാലറ്റുകളിൽ ക്ലിക്ക് ചെയ്ത് ഇവയിൽ വരുന്ന മാറ്റം ശ്രദ്ധിക്കൂ. നിറങ്ങൾക്കൊപ്പം നമ്മുടെ വെബ്സൈറ്റിന് ഒരു ലോഗോ ഉൾപ്പെടുത്തുന്നതിന് ലോഗോ എന്ന ഈ മെനുവിൽ നിന്നും ബ്രൗസ് ചെയ്ത് കാണിച്ചു കൊടുക്കാവുന്നതാണ്. ലോഗോ സെലക്ട് ചെയ്ത് ഓപ്പൺ പറയുന്നതോടെ നിങ്ങളുടെ വെബ്സൈറ്റിന് ലോഗോ പ്രത്യക്ഷപ്പെടുന്നു. സൈറ്റ് ലോഗോ എനേബിൾ ചെയ്യുന്നതിനുള്ള ജാലകമാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ നൽകി ലോഗോ ഉൾപ്പെടുത്താം. ലോഗോയ്ക്ക് പുറമെ ഫെവിക്കോൺ എന്ന ചെറിയ ഒരു ഐക്കൺ ഉൾപ്പെടുത്താനുള്ള സൗകര്യമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ബ്രൗസറിന് ഇടതുവശത്തായി കാണുന്ന ഈ ചെറിയ ഐക്കൺ പറയുന്ന പേരാണ് ഫെവിക്കോൺ. ഫേവറേറ്റ് ഐക്കൺ എന്നതിന്റെ ചുരുക്കപ്പേര്.
ഫെവിക്കോൺ ഉൾപ്പെടുത്തുന്നതിനായി ബ്രൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സൈറ്റിന്റെ ഫെവിക്കോൺ സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. അഡ്രസ് ബാറിന് ഇടതുവശത്തായും ടാബിലും ഫെവിക്കോൺ ദൃശ്യമാവുന്നത് കണ്ടല്ലോ. നിങ്ങളുടെ വെബ്സൈറ്റിന്റെ ഓരോ ഭാഗത്തിനും മാറ്റങ്ങൾ വരുത്തുന്നതിനായി സ്റ്റൈൽ എന്ന മെനു ഉപയോഗിക്കാം. വെബ്സൈറ്റിലെ ഫോണ്ട്, ഓരോ ഭാഗത്തിന്റെയും ബോർഡറുകൾ, ബാക്ക്ഗ്രൗണ്ടുകൾ ഇവ നിർണ്ണയിക്കാൻ ഈ മെനുകൾ വഴി സാധിക്കുന്നു. ഉദാഹരണമായി നമ്മുടെ വെബ്സൈറ്റിന്റെ ഹെഡറിൽ മാറ്റം വരുത്തുന്നത് എങ്ങനെയെന്ന് പരിചയപ്പെടാം. ഹെഡർ ഉൾപ്പെടുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ചതുരം പ്രത്യക്ഷപ്പെടുന്നത് കണ്ടല്ലോ. താഴെ യു ആർ സ്റ്റൈലിംഗ് ദ ഹെഡർ എന്ന ഈ വാചകങ്ങളിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഹെഡർ ആണെന്ന് കണ്ടെത്താം. ഇനി ഹെഡറിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന മെനുവിൽ നിന്നും അനുയോജ്യമായ നിറങ്ങളോ ചിത്രങ്ങളോ ബ്രൗസ് ചെയ്ത് കാണിച്ചു കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ വെബ്സൈറ്റിന്റെ ഹെഡർ കാണിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ദൃശ്യമായ ബാനറിന്റെ പൂർണ്ണരൂപം കാണുന്നതിനായി ബോർഡർ ആൻഡ് സ്പേസിംഗിൽ ക്ലിക്ക് ചെയ്ത് താഴെയുള്ള പാഡിംഗിൽ മാറ്റം വരുത്തിയാൽ മതിയാകും. ഇവിടെ തിരഞ്ഞെടുത്ത ഓരോ ഭാഗത്തിന്റെയും പാഡിംഗ്, ബോർഡർ